മദീനയിൽ എത്തിയപ്പോൾ നബി എപ്പോഴാണ് ഈ വിവരം നബിക്ക് ലഭിച്ചത്, ജൂതന്മാർ നോമ്പ് നോൽക്കുന്നത് എന്ന വിവരം കിട്ടിയത് എന്നത് തെറ്റായി മനസ്സിലാക്കിക്കൊണ്ട് ചില ആളുകൾ പറയും, മുഹമ്മദ് നബി 9 കൊല്ലം മദീനത്ത് ജീവിച്ചിട്ടും 9ാമത്തെ കൊല്ലമാണോ ജൂതന്മാർ നോമ്പ് നോൽക്കുന്നത് നബിക്ക് മനസ്സിലായത്. അപ്പൊ പിന്നെ 9നും ഞാൻ നോൽക്കും, അല്ലെങ്കിൽ 9ന് നോൽക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അങ്ങനെ പറയുന്ന ഹദീസ് സഹീഹല്ല. കാരണം അത് ചരിത്രപരമായി തെറ്റാണ്. അങ്ങനെ പറയാം, ചരിത്രപരമായി തെറ്റാണ്. നബി മദീനയിൽ എത്തിയ ഉടനെ തന്നെ അറിയേണ്ടിയിരുന്നു. ഈ ഹദീസ് പറയുന്നത് അവസാനം അറിഞ്ഞു, അപ്പൊ നബി നോമ്പ് നോറ്റു എന്നാണ്. അതുകൊണ്ട് ആ ഹദീസ് സഹീഹല്ല. അതുകൊണ്ട് 9ാമത്തെ ദിവസം നോമ്പ് നോൽക്കൽ സുന്നത്തില്ല എന്ന് വാദിക്കുകയും പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്ത കാര്യങ്ങൾ കേരളത്തിൽ പച്ചമലയാളത്തിൽ നമുക്ക് കിട്ടും. എന്നാൽ ഇത് ഹദീസ് കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, തെറ്റിദ്ധാരണയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നമ്മൾ വിശദീകരിച്ചു. എപ്പോഴാ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി, അവിടെ അവർ നോമ്പ് നോൽക്കുന്നതായി കണ്ടപ്പോൾ നബി ചോദിച്ചു. അപ്പൊ നബി നോമ്പ് നോൽക്കാൻ വേണ്ടി പറഞ്ഞു. എന്നാൽ ഞാൻ 9ന് നോൽക്കും എന്ന് നബി പറഞ്ഞത് എപ്പോഴാ? അത് മദീനയിലെത്തിയ കൊല്ലല്ല, അത് പിന്നീടാണ്, നബി മരിക്കുന്നതിന്റെ മുമ്പത്തെ കൊല്ലാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആശുറ ദിവസം നോമ്പ് നോൽക്കുകയും നോമ്പ് നോൽക്കാൻ കൽപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ ചോദിച്ചു, അല്ലയോ പ്രവാചകരെ, ഇന്നഹു യൗമുൻ തുഅല്ലിമുഹുൽ യഹൂദു വന്നസ്വാറ, ജൂതന്മാരും ക്രിസ്ത്യാനികളും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണല്ലോ ഇത്. അപ്പൊ ഈ ഹദീസ് പറഞ്ഞ എന്താ? സഹാബത്ത് നബിയോട് പറയാണ്. ആദ്യത്തെ ഹദീസ് പറഞ്ഞതോ ജൂതന്മാരോട് അങ്ങോട്ട് ചോദിക്കുക, നിങ്ങൾ എന്തിനാ നോമ്പ് നോൽക്കുന്നത്? അപ്പൊ ജൂതന്മാര് പറയാണ്, ഇത് ഞങ്ങൾ ആദരിക്കുന്ന ഒരു ദിവസമാണ് എന്ന്. ഈ ഹദീസിലോ സഹാബികളാണ് നബിയോട് പറയുന്നത്, എന്തിനാ നമ്മൾ നോമ്പ് നോൽക്കുന്നത്? ഇത് ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ ഈ ദിവസം നോമ്പ് നോൽക്കുന്നുണ്ടല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി ഫൈദാ കാനൽ ആമുൽ മുഖ്ബിൽ ഇൻഷാ അല്ലാഹ് സുംന അൽ യൗമ താസിയ, അടുത്ത വർഷം നമ്മൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 9ന് നാം നോൽക്കും. അൽ യൗമ താസിയ, 9ാമത്തെ ദിവസം നമ്മൾ നോൽക്കും. ഇപ്പൊ നോൽക്കുന്നത് ഏതാ? 10ാമത്തെ ദിവസം. അപ്പൊ 10ന് നോൽക്കണ്ട, 9ന് മാത്രം നോറ്റാ മതി എന്നാണോ? അല്ല, അത് വേറെ ഹദീസിൽ വരുന്നുണ്ട്. ഖാല ഫലം യഅതിൽ ആമുൽ മുഖ്ബിൽ ഹത്താ തൂഫിയ റസൂലുള്ളാഹ്, അടുത്ത വർഷമായില്ല നബി മരിച്ചു. അപ്പോ രണ്ടും രണ്ട് സംഭവമാണ്. ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് ആദ്യത്തെ ഹദീസിന്റെ ആദ്യ ഭാഗവും രണ്ടാമത്തെ ഹദീസിന്റെ അവസാന ഭാഗവും കൂട്ടിച്ചേർത്ത് ഇത് ഒരൊറ്റ സംഭവമാക്കി കൂട്ടിക്കലർത്തിയപ്പോഴാണ് ഈ ആശയക്കുഴപ്പമുണ്ടായത്. അപ്പൊ രണ്ടും രണ്ട് സംഭവമാണ്. മദീനയിൽ എത്തിയ ഉടനെ തന്നെ ജൂതന്മാർ നോമ്പ് നോൽക്കുന്നതായി നബി കണ്ടു. എന്താ കാരണം എന്ന് ചോദിച്ചു. ഇന്ന കാരണം കൊണ്ടാണെന്ന് പറഞ്ഞു. എങ്കിൽ ഞാനാണ് നിങ്ങളെക്കാൾ അതിന് അർഹതപ്പെട്ടവൻ എന്ന് പറഞ്ഞു. നബി നോമ്പ് നോൽക്കാൻ വേണ്ടി കൽപ്പിച്ചു. പിന്നെ 8 വർഷം പിന്നിട്ടു. ഹിജറ 9ാമത്തെ വർഷമായി. നബി മരിക്കുന്നതിന് മുമ്പത്തെ വർഷം 10ലാണ് നബി മരിക്കുന്നത്. അപ്പോൾ സഹാബത്ത് നബിനോട് അങ്ങോട്ട് ചോദിക്കുകയാണ്, ഇത് ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ ഈ ദിവസം നോമ്പ് നോൽക്കുന്നുണ്ടല്ലോ. അപ്പൊ നബിന്റെ മറുപടി, അടുത്ത വർഷം ഉണ്ടെങ്കിൽ ഞാൻ 9 നോൽക്കും. അതെന്തുകൊണ്ടാ? മദീനയിലെ സാഹചര്യങ്ങൾ മാറി. ചരിത്രം പരിശോധിച്ച് നമുക്കറിയാം. മദീനയിൽ നബി എത്തിയപ്പോഴുണ്ടായ ജൂതന്മാരുടെ നിലപാടല്ല പിന്നീട് അങ്ങോട്ടുണ്ടായത്. ആദ്യകാലത്ത് നല്ല നിലക്ക് നിന്നു. മുസ്ലിങ്ങൾക്ക് വിജയമുണ്ടാകുന്നു, മദീനയിൽ മുസ്ലിങ്ങൾക്ക് ആധിപത്യം വരുന്നു എന്ന് കണ്ടപ്പോൾ അബ്ദുല്ലാഹി ഉബയ്യ് ഇബ്നു സലൂലിനെ പോലെയുള്ള അതുപോലെ തന്നെ അങ്ങനത്തെ കപടന്മാരായ ആളുകളുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായി. ആ പ്രശ്നങ്ങൾ മുസ്ലിങ്ങളോട് കിട്ടാവുന്ന സമയങ്ങളിലൊക്കെ അവർ ശത്രുത പുലർത്താൻ, യുദ്ധത്തിൽ മുശ്രിക്കുകളെ സഹായിക്കാനും ഉപയോഗപ്പെടുത്തി. 3 ജൂതഗോത്രങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്തു. അവർ താമസിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ആട്ടിയോടിച്ചു. ഖൈബറിലെ നേരത്തെ പറഞ്ഞ സ്ഥലത്തു നിന്നൊക്കെ കോട്ട വളഞ്ഞിട്ട് ആട്ടിയോടിച്ചു. അതൊക്കെ എന്തുകൊണ്ടാ? അവർ ചെയ്ത ചതിയുടെ പേരിലാണ്. അങ്ങനെ മുസ്ലിങ്ങളും ജൂതന്മാരും കടുത്ത ശത്രുതയുടെ സാഹചര്യമുണ്ടായി. അപ്പോഴാണ് സഹാബത്ത് ചോദിക്കുന്നത്, ഓര് നോമ്പ് നോൽക്കുന്ന ദിവസം നമ്മൾ എന്തിനാ നോമ്പ് നോൽക്കുന്നത് എന്ന് പറഞ്ഞാൽ, അതേ ദിവസം നമ്മൾ നോമ്പ് പറ്റാൽ നമ്മളും അവളും ഒരുപോലെ ആവൂലേ? അവർ തമ്മിലൊരു ബന്ധമുണ്ട് എന്ന് വരൂലേ? നമ്മളിപ്പോ ഒരു വേർപാടിന്റെ അല്ലെങ്കിൽ എതിരാവുക എന്നൊരു നിലപാടല്ലേ സ്വീകരിക്കുന്നത്? അപ്പോഴാണ് നബി പറയുന്നത്, അവരോട് എതിരാകാൻ ഓല് നോമ്പ് അവർ 10 നോൽക്കുന്നത്. എന്നാൽ അവരെ പോലെ നമ്മളാകണ്ട. അതിനെന്ത് ചെയ്യണം? 9ാമത്തെ ദിവസം നോമ്പ് നോൽക്കുക. അതെവിടുന്ന് കിട്ടി? അത് ഇമാം തിർമിദി റിപ്പോർട്ട് ഹദീസ് കാണാം. സൂമു അത്താസിയ വൽ ആശിർ, നിങ്ങൾ 9ഉം 10ഉം നോൽക്കുക. 10ന് ജൂതന്മാർ നോൽക്കുന്നുണ്ടോ? ക്രിസ്ത്യാനിയെ നോക്കുന്നുണ്ടോ? അവരുമായി നമ്മൾ നല്ല സ്വരച്ചേർച്ചയിലല്ല. അവർ നമ്മെ പരമാവധി ചതിച്ചു, ആക്രമിച്ചു, എല്ലാ സഹായങ്ങളും നമുക്ക് ഇതിൽ ചെയ്തു. അതുകൊണ്ട് 9ഉം 10ഉം നോൽക്കൂ. വഹാലിഫുൽ യഹൂദ, ജൂതന്മാരോട് നിങ്ങൾ എതിരാവുക.
അപ്പൊ ജൂതന്മാരോട് എതിരാകാൻ പല വിഷയങ്ങളിലും ഹദീസുകൾ പരിശോധിച്ചാൽ 10-20 വിഷയങ്ങളിൽ ജൂതന്മാരോട് എതിരാകാൻ നബി കൽപ്പിച്ചത് നമുക്ക് കാണാം. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു വിഷയമാണ്, പിൽക്കാലത്തുണ്ടായ ഒരു കാര്യമാണ്. അവരും നോൽക്കുന്നുവെങ്കിൽ ഇപ്പോൾ അവരുമായി നമ്മളുമായുള്ള ബന്ധം ശരിയല്ല, അതുകൊണ്ട് അവരോട് എതിരാവുക എന്ന നിലപാടിന്റെ പേരിൽ അവർ 10 നോൽക്കുന്നതിന് പകരം അവരോട് എതിരാകാൻ 10 ഒഴിവാക്കല്ല, 10ഉം 9ഉം 10ഉം നോൽക്കുക. അപ്പൊ ഇത് 9 വർഷം പിന്നിട്ടതിന് ശേഷം ഉണ്ടായ സംഭവമാണ്. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിക്കലർത്തിയിട്ട് കണ്ടോ, മദീനയിൽ എത്തിയിട്ട് നബിക്ക് യൂതന്മാർ നോമ്പ് നോൽക്കുന്നത് മനസ്സിലായില്ല, 9 കൊല്ലം കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. അപ്പൊ ഇത് ചരിത്രത്തിനെതിരാണ്, അങ്ങനെ ഉണ്ടാവില്ല, അതുകൊണ്ട് ഈ ഹദീസ് തള്ളണം, അതുകൊണ്ട് 9ാമത്തെ ദിവസം നോമ്പ് നോൽക്കേണ്ടതില്ല. നമ്മുടെ കേരളത്തിൽ മുജാഹിദുകളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ 9ന് നോമ്പില്ല എന്ന് പറയുകയും നിഷേധിക്കുകയും ചെയ്യുന്നു. ചില ആളുകൾ പറയുന്നില്ലെങ്കിലും നോൽക്കാൻ അവർക്കൊരു താല്പര്യമില്ല. അതെന്തുകൊണ്ടാണ്? ഈ ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണ്. അതുകൊണ്ട് ഇത്തരം തെറ്റിദ്ധാരണകൾ നമ്മൾ നീക്കുക. 10 ഏറെ പ്രാധാന്യമുള്ളതാണ്, അതോടൊപ്പം 9 കൂടി നോൽക്കാൻ നബി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? ജൂതന്മാരോട് എതിരാകാൻ. ഇങ്ങനെ തെളിവുകൾ കൃത്യമായി മനസ്സിലാക്കുകയും സത്യമായി ഗ്രഹിക്കുകയും ചെയ്യുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.